ദീപം പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ 80ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. ഭാരതത്തിന്റെ 80ാമത് സ്വാതന്ത്ര്യദിനാഘോഷം സാംസ്കാരിക സംഘടനയായ ദീപം പള്ളുരുത്തിയുടെ ആഭിമുഖ്യത്തിൽ ദീപം ജംഗ്ഷനിൽ ദേശീയ പതാക ഉയർത്തി ആഘോഷിച്ചു. PM അശോകൻ പതാക ഉയർത്തി. എനിക്ക് പതാക ഉയർത്താൻ ഇവിടെ അവസരം തന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും ഞാൻ നമിക്കുന്നു. ഇവിടെ സ്വാതന്ത്ര്യദിനത്തിലും റിപ്പബ്ലിക് ദിനത്തിലും 46 വർഷം പതാക ഉയർത്താൻ ഈശ്വരൻ എനിക്ക് അവസരം തന്നു, ക്ലബ് എനിക്ക് അവസരം തന്നു. അതുപോലെ തന്നെ പള്ളുരുത്തി പബ്ലിക് ലൈബ്രറി ഇടിഞ്ഞു പൊളിച്ച് കിടന്നപ്പോൾ അത് വിദ്യാർത്ഥിയെ 10ാം ക്ലാസ് പഠനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശ്രീ KP കേശവനെ പോലുള്ള നാം മുന്നോട്ട് എന്നുള്ള ആ ലേഖനം എല്ലാ തിങ്കളാഴ്ചയും ഞാൻ വായിക്കുമായിരുന്നു. അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പള്ളുരുത്തി ഇടിഞ്ഞു പൊളിഞ്ഞു കിടന്ന പബ്ലിക് ലൈബ്രറി അന്ന് ഗ്രാമീണ വായനശാലയാണ്. അത് ഞാൻ ധൈര്യപൂർവ്വം 12 എൻ്റെ സുഹൃത്തുക്കളെയുമായിട്ട് ചെന്ന് ഏറ്റെടുക്കുകയും അത് വിപുലമായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. P. രാജേഷ്, മുൻ കൗൺസിലർ ഷീല ജെറോം, ഷഫീഖ് കല്ലുച്ചിറ, മോഹിനി ടീച്ചർ, വേണുഗോപാൽ വെമ്പിള്ളി, പ്രസിഡന്റ് MS കബീർ, സെക്രട്ടറി KP ആണ്ടി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പായസവും മിഠായും വിതരണം ചെയ്തു. ദീപം പള്ളുരുത്തി ഇവിടെ ആഘോഷിക്കുന്നത് സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് പോയി പടപുരുതി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നതിൽ നമ്മോടൊപ്പം നിന്ന ഒരുപാട് സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് ആദ്യമായിട്ട് ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് പട്ടിണിയും പരിവേഷമായ കാലഘട്ടത്തിലാണ് നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത്. എങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാലും 33 കോടി പട്ടിണി പേക്കോലങ്ങളുടെ ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് ആദ്യത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. തുടർന്നുള്ള എല്ലാ വികസന പദ്ധതിയിലും നമ്മളൊപ്പം തോളോട് തോൾ ചേർത്ത് നിന്ന് ദീർഘവീക്ഷണത്തിന്റെ ഫലമായിട്ടാണ് ഇന്ത്യ ഇന്ന് ഈ പദവിയിലേക്ക് എത്തിയത്. കാരണം സമത്വസുന്ദരമായ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായ മതേതരത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു രാജ്യത്തെ വാർത്തെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യമായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൽ എല്ലാം മറന്നുകൊണ്ടിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ അവരുടെയൊക്കെ ഉള്ളിലുണ്ടായിരുന്നു. ഭാരതത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമുക്കൊക്കെ എല്ലാവർക്കും അറിയാവുന്നതുപോലെ രാജ്യത്തിന് വികസന പാതയിലോട്ടും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നമ്മുടെ പൂർവികർ നേതാക്കന്മാർ. ഇന്ന് നമ്മളൊക്കെ വളരെ വിഷമത്തോടു കൂടി ഈ 80ാം വാർഷികം ആഘോഷിക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിൻ്റെ ചെറുപ്പക്കാരുടെ മനോനിലയും മാനസികാവസ്ഥയും തൊഴിലില്ലായ്മയും അതോടൊപ്പം തന്നെ ഒരു പ്രത്യേക വിഭാഗീയത ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഭരണ സംവിധാനത്തിനെതിരായിട്ടും കൂടിയുള്ള പോരാട്ടവും സന്ദേശവുമായിരിക്കണം. ന്യൂസ് ബ്യൂറോ, പള്ളുരുത്തി. ഇനി ആരോഗ്യമുള്ള പല്ലുകൾക്കായി ഡോക്ടർ ദിനക്സ് ഫാമിലി ഡെന്റൽ ക്ലിനിക്ക് തന്നെ ചൂസ് ചെയ്യും. കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് 6238 355070.